നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ആശ്വാസധനവും മകന് സർക്കാർ ജോലിയും നൽകണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സരോജിനിയുടെ വീട് സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും IDTP ഉദ്യോഗസ്ഥർ സരോജിനിയുടെ വീട് സന്ദർശിക്കാത്തതും തുടർ നടപടികൾ നടത്താതിരിക്കുന്നതും കടുത്ത അനാസ്ഥയാണ്. ആദിവാസികളുടെ ജീവിത മാനദണ്ഡം ഉയർത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും ഉടൻ ഇടപെടണം. മൂത്തേടം പഞ്ചായത്തും ജില്ലാ ഭരണ സംവിധാനങ്ങളും അടിയന്തരമായി നടപടികളുമായി മുന്നോട്ട് വരണം. സർക്കാരും അനുബന്ധ സംവിധാനങ്ങളും നിസ്സംഗത തുടരുകയാണെങ്കിൽ ആദിവാസികളെ ഉൾപ്പെടുത്തി ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് പാർട്ടി നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കൃഷ്ണൻ കുനിയിൽ, മുനീബ് കാരക്കുന്ന്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ആരിഫ് ചുണ്ടയിൽ, സുഭദ്ര വണ്ടൂർ, ജില്ലാ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ, FITU ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മജീദ് ചാലിയാർ, ദാമോദരൻ പനിക്കൽ, സെയ്താലി വലമ്പൂർ, ഹമീദ് മൂത്തേടം തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. നിലമ്പൂർ എടക്കരക്കടുത്ത് ഉച്ചക്കുളം കോളനിയിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ആനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ട സരോജിനി എന്നു പേരുള്ള സഹോദരിയുടെ വീട്ടിലാണുള്ളത്. അവരുടെ മക്കളും കുടുംബങ്ങളുമാണ് കൂടെയുള്ളത്. വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് അവരുള്ളത്. ഇവിടെ വന്നപ്പോൾ മനസ്സിലായത്, ഇതിനു വേണ്ടി ഇവരുടെ അമ്മ നഷ്ടപ്പെട്ടു പോയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ കുടുംബത്തിന് പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊരു സഹായധനവും ആശ്വാസധനവും കിട്ടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സർക്കാർ സ്വീകരിക്കണമെന്ന്. ഹലോ മലപ്പുറം, പുതിയ വർഷത്തിൽ പുതുപുത്തൻ ഹോം അപ്ലയൻസസുകൾ സ്വന്തമാക്കാം നന്ദിലത് ജിമാർട്ടിന്റെ ഏറ്റവും പുതിയ ഓഫറുകളോടെ. 70% വരെ ഡിസ്കൗണ്ടിൽ സ്മാർട്ട് ടിവികൾ, 50% വരെ ഡിസ്കൗണ്ടിൽ AC-കൾ, 45% വരെ ഡിസ്കൗണ്ടിൽ റെഫ്രിജറേറ്ററുകൾ, 50% വരെ ഡിസ്കൗണ്ടിൽ വാഷിംഗ് മെഷീനുകൾ, കൂടാതെ മറ്റെല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ടുകളും EMI എക്സ്ചേഞ്ച് ഓഫറുകളും ക്യാഷ് ബാക്ക് ഓഫറുകളും